ആളുകൾ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോഴാണ് കേട്ടോ ഇത് വസന്തമ്മയുടെ കടയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഇവിടെ അടുത്ത് കടകളിലൊന്നും ഇതേ കണക്കൊരു ബീഫ് ഫ്രൈ കിട്ടത്തില്ല. അറിയാം, ഇതിനകത്ത് അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കടയിലും ഇല്ല. വസന്തമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ തന്നെ സുഖം. ഇതാണ് കേട്ടോ ആള്, ഭയങ്കര സിമ്പിളാണ്. എത്ര വർഷമായി വസന്തമ്മേ ഈ ഒരു? 40 വർഷം. 40 വർഷമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നോ? ഇവിടെ തന്നെ, ഈ ഒരു ഷെഡിനകത്ത് തന്നെ. ഇപ്പൊ ചെറുതാക്കി. 1 മണിയാകുമ്പോ നമ്മളിവിടെ പാചകം തുടങ്ങും, 3 മണിയാകുമ്പോ വിളമ്പും അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ വിളമ്പുന്ന ഭക്ഷണങ്ങൾ? ഭക്ഷണങ്ങളെന്ന് വെച്ചാൽ പൊറോട്ട, ബീഫ് കറി, പിന്നെ ഫ്രൈ, പിന്നെ മുട്ടക്കറി, മീൻകറി, സ്പെഷ്യലായിട്ട് പപ്പടം. അതും പൊറോട്ടയുടെ കൂടെ പപ്പടം പൊടിച്ചങ്ങോട്ട് കഴിക്കാം അല്ലേ? സാമ്പാർ. ഇതെല്ലാം 50 രൂപയൊക്കെ ഉള്ളു വില, ഹാഫ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് കൂടാതെ തന്നെ എല്ലാം വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. അതെന്താ ഗ്യാസിലോട്ട് മാറുന്ന ഒരു അപ്ഡേഷൻ താല്പര്യം ഇല്ല. എല്ലാം വിറകടുപ്പിൽ തന്നെ ചെയ്താൽ ആ തനത് രുചി, അതായത് എല്ലാ ഭാഗത്തും ആ ഒരു അടുപ്പിൽ നിന്നുള്ള തീ അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു പാചകത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തമ്മ പറയുന്നത് വേറെയാണ് അല്ലേ വസന്തമ്മേ? അതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണം എല്ലാം തീരുന്നിടം വരെയും നമ്മൾ ഈ അടുപ്പത്ത് തന്നെ വെച്ചിരിക്കും. അടുപ്പ് അണയ്ക്കത്തില്ല. അതായത് ചൂടായിട്ട് തന്നെ ഇനിയിപ്പം 3 മണിക്ക് വന്ന് കഴിച്ചാലും രാവിലെ 9 മണിക്ക് വന്ന് കഴിച്ചാലും ആ ഒരു ചൂടിൽ നമുക്ക് കഴിക്കാം. പക്ഷെ ഇച്ചിരി രാവിലെ വന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കുറുകി അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വസന്തമ്മ 40 കൊല്ലമായി. വസന്തമ്മയുടെ കൂടെ സഹായത്തിനുള്ളത് ഭർത്താവുണ്ട്, ഭർത്താവും മോനും മാത്രം. അതാണ് പറഞ്ഞത്, പുതിയതായിട്ട് വന്ന് അതും ചേട്ടനെന്ന് പറഞ്ഞ എല്ലാവരും വസന്തമ്മയ്ക്ക് മക്കളാണ് കേട്ടോ. മക്കളുമാരുടെ പോലെ തന്നെ എല്ലാവരോടും പെരുമാറാറുള്ളതും. നമ്മൾ ആര് വന്ന് ഭക്ഷണം കഴിച്ചാലും എന്ത് വേണം മക്കളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. മോനേന്നെ വിളിക്കത്തുള്ളൂ എല്ലാവരെയും. ഇത്ര ഇപ്പം സാധനങ്ങളെല്ലാം തീർന്ന് ഇനിയൊന്നുമില്ല. ഇപ്പൊ സമയം 9 മണി ആയില്ല. 9 മണി ആകുന്നതിന് മുന്നേ തന്നെ ഇനി മീൻകറി ഉണ്ട്, പൊറോട്ട ഉണ്ട്. നേരത്തെ ഹോട്ടലിൽ നിന്നുള്ള രീതിയിൽ ഉച്ചയൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പൊ ഒന്നുമില്ല. ഈ രാവിലെ 9-9 ആകുമ്പോഴത്തേക്കും തീരും. ഈ സ്ഥലം കറക്റ്റൊന്ന് പറയാമോ വസന്തമ്മേ? സ്ഥലത്തിന്റെ കൊല്ലം ജില്ലയിലെ കുഴിയം ഇവിടെ ഒരു ക്യൂൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ദന്തൽ ഹോസ്പിറ്റൽ. അതിനെക്കാട്ടി നല്ല നമ്മുടെ ഇത് ക്യാമറ ഒക്കെ എടുക്കുന്ന സ്റ്റുഡിയോ. ഫോക്കസ് സ്റ്റുഡിയോ എന്നും പറഞ്ഞിട്ട് വസന്തമ്മയുടെ കടയുടെ നേരെ ഓപ്പോസിറ്റാണ് കാണാം. അന്നേരം നമുക്ക് പെട്ടെന്ന് ഈ കട കൊണ്ട് മനസ്സിലാകത്തില്ല. ആളുകൾ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോഴാണ് കേട്ടോ ഇത് വസന്തമ്മയുടെ കടയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളും പോരെ. ഇതാണ് വസന്തമ്മയുടെ കടയിലെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ആകെ വിളമ്പുന്നതെന്നുണ്ടെങ്കിലും സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് അന്യായ തിരക്കാണ് കേട്ടോ. വെളുപ്പാങ്കാലത്ത് 1 മണിയാകുമ്പോഴാണ് ഇവിടുത്തെ പാചകം ആരംഭിക്കുന്നത്. 3 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം ഭക്ഷണമെല്ലാം പ്രിപ്പയറായി ആളുകൾക്ക് വിളമ്പാനും തുടങ്ങും. ഏകദേശം 9-9:30 ആകുമ്പോഴത്തേക്കും ഭക്ഷണം തീരുകയും ചെയ്യും. എന്തായാലും നമുക്ക് ഇവിടുത്തെ പൊറോട്ടയും ഈ ഒരു ബീഫ് കറിയും ബീഫ് ഫ്രൈയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. 2 പൊറോട്ടയാണ് ഇട്ടിരിക്കുന്നത്. പൊറോട്ടയൊക്കെ ആണെങ്കിൽ തന്നെ നല്ല അടിച്ച് നൂൽ പൊറോട്ട എന്നുള്ള രീതിയിലാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഫ്രൈ ഒക്കെ തീർന്ന് നല്ല ചൂടാണ് കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ലേശം ഈ ഫ്രൈയും കൂടെ വെക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പൊറോട്ട കഴിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേവിക്കകത്തൊന്ന് മുക്കുക, ഒന്ന് മുക്കിയെടുക്കുക. ആദ്യം ഗ്രേവീൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ഗ്രേവി. ഇനി നമുക്ക് കഷ്ണവും കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അതായത് രാവിലെ പ്രിപ്പയർ ചെയ്യുന്ന ടൈം തൊട്ട് നമ്മുടെ ഈ ബീഫ് തീരുന്ന സമയം വരെയും വിറകടുപ്പിൽ ഇങ്ങനെ ചൂട് കൊള്ളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എപ്പോൾ വന്ന് കഴിച്ചാലും നല്ല ചൂടായിട്ട് ലൈവായിട്ട് കഴിച്ചുകൊണ്ട് പോകാം. നമുക്കിനി ബീഫ് കഷ്ണം കൂടി ഇതിനകത്ത് വെച്ച്
ഒന്ന് ഗ്രേവി വീണ്ടും ഒന്ന് മുക്കി നല്ലപോലെ എടുക്കുക. അതാണ്ട് കറി ബീഫ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതും കൂടി ഇങ്ങോട്ട് വെക്കുക. അടിപൊളി. ഇനി ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ ആണ്. എല്ലാം ഹാഫ് കിട്ടും കേട്ടോ. ഒരു 50 രൂപയുള്ളൂ. ബീഫ് ഫ്രൈ ആണെങ്കിലും കറി ആണെങ്കിലും ഏകദേശം 100 രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കുശാലായിട്ട് കഴിച്ചിട്ട് പോകും. ഇനി ഇതിനകത്തേക്ക് ഒരു ബീഫ് ഫ്രൈയുടെ കഷ്ണം കൂടെ വെക്കുക. ലേശം സവോളയും കൂടെ ഇതിനകത്തൊന്ന് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഓക്കെ. ഫ്രൈ സൂപ്പർ കേട്ടോ. അടിപൊളി. ചുമ്മാ തട്ടിക്കൂട്ട് ബീഫ് ഫ്രൈ അല്ല കേട്ടോ. ഇത് തേങ്ങാക്കൊത്ത് പോലാണ് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലുള്ള ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുമാണ് നമുക്ക് ഭക്ഷണം വിളമ്പുന്നത്. വെളുപ്പാങ്കാലം തൊട്ട് ഏകദേശം 9 മണിക്കുള്ളിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇനി ഇതെല്ലാം കഴിച്ച് ഫിനിഷാക്കണം. എന്നിട്ട് അടുത്തൊരു രുചിവിശേഷമായിട്ട് കാണാം. ബൈ.